നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മണ്ഡലകാലത്തോടനുബന്ധിച്ച് അയ്യപ്പന്മാർക്കും ഭക്തജനങ്ങൾക്കും അന്നദാനം നടത്തിവരാറുണ്ട്. ഇന്ന് തിരുവാതിരയോടനുബന്ധിച്ച് വളരെ വിപുലമായ രീതിയിലാണ് ക്ഷേത്രത്തിൽ സദ്യ ഒരുക്കിയിട്ടുള്ളത്. പടിഞ്ഞാറ്റിൻകര ക്ഷേത്ര പ്രസിഡന്റ് വിനായക അജിത് കുമാറാണ് കഴിഞ്ഞ 3.5 വർഷത്തോളമായി ഇവിടെ അന്നദാനം നടത്തിവരുന്നത്. കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ ഇവിടെ 10,000-കണക്കിന് ആളുകൾക്ക് സ്വാമിമാരും പ്രദേശവാസികളും ഭക്തജനങ്ങളും അടക്കമുള്ളവർക്ക് ഇവിടെ അന്നദാനം നൽകുന്നു. ചില ദിവസങ്ങളിൽ കഞ്ഞിയും അസ്ത്രവുമായിരിക്കും, ചില ദിവസങ്ങളിൽ കഞ്ഞി, പയറ്, അതുപോലെ തന്നെ ഗോതമ്പ്, അതുപോലെ തന്നെ കടല തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 41 ശബരിമലയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. മാത്രമല്ല ഇന്ന് തിരുവാതിര കൂടിയാണ്. തിരുവാതിര എന്ന് പറയുമ്പോൾ ഭഗവാന്റെ നാളാണ്. എല്ലാ മാസവും തിരുവാതിര ദിവസം ഇവിടെ പടച്ചോറാണ് കൊടുക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഗോതമ്പ് പടച്ചോറും അതുപോലെ തന്നെ അരി കൊണ്ടുള്ള പടച്ചോറും കൊടുക്കും. അതിനോടൊപ്പം രസമുണ്ട്, മോരുണ്ട്, ചമ്മന്തിയുണ്ട്, അതുപോലെ തന്നെ അച്ചാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വളരെ രുചികരമായിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത്. ഭഗവാന്റെ പ്രസാദം എന്ന നിലയിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് ആളുകൾ അതിനെ സ്വീകരിക്കുന്നതും ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കും. നമ്മുടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 വർഷം ആയി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. രാവിലെ നിർമാല്യം 4:55 തുടങ്ങിയാൽ ഏതാണ്ട് 250ഓളം വരുന്ന ആളുകൾ, ഭക്തജനങ്ങൾ സ്ഥിരമായി എല്ലാ ദിവസവും ഇവിടെ നിർമാല്യത്തിന് വരുന്നവരാണ്. ഇപ്പോൾ രാജേഷാണെങ്കിൽ ഇവിടുത്തെ ഭരണസമിതി അംഗമാണ്. കഴിഞ്ഞ 2 വർഷമായി, വൃശ്ചിക 1 ആയപ്പോൾ 2 വർഷമായി മുടക്കമില്ലാതെ നിർമ്മാല്യം തൊഴുതാണ്. ഒരുപക്ഷേ ഈ കൊട്ടാരക്കരയിൽ അങ്ങനെ ഒരാളില്ല. അപ്പോൾ ആ തരത്തിൽ വരെ ഇവിടെ വലിയൊരു അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും, കൊടിമരത്തിൻ്റെ പഞ്ചവർണ്ണത്തറ റെഡിയായി നിൽക്കുകയാണ്. മകരം 15 കഴിഞ്ഞാലുടൻ തന്നെ, അതായത് ജനുവരി ഏതാണ്ട് 30ഓടുകൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ 4ാം ഘട്ടത്തിലേക്ക് കടക്കുക. അതായത് സ്വർണം, ചെമ്പ് പാളികൾ കഴിഞ്ഞിട്ട് സ്വർണ്ണപ്പാളികൾ തറച്ചുള്ള അതിൻ്റെ അന്തിമമായ വർക്കിലേക്ക് നമ്മൾ കടക്കുക. അപ്പോൾ എന്തുകൊണ്ടും കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവർ ക്ഷേത്രത്തെ ഈ നാട് അറിയുന്നു. ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നുമൊക്കെ സ്ഥിരമായി ഇവിടെ നിർമ്മാല്യത്തിന് വരുന്ന ആളുകൾ വരും. അങ്ങനെയെല്ലാം വലിയൊരു പേര് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം നിങ്ങൾക്ക് നോക്കാം, വളരെ ശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ്. എന്നാൽ ഉഗ്രമൂർത്തിയാണ് ഉള്ളിലുള്ളത്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള കേരളത്തിലെ ശിവാലയങ്ങളിൽ പരമശിവനാൽ സൃഷ്ടിക്കപ്പെട്ട അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന്. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രത്യേകതകൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് മകരവിളക്കിൻ്റെ ഭാഗമായി മണ്ഡലകാലം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് തങ്ക അങ്കി ചാർത്തി ശബരിമലയിൽ ഭഗവാന് പൂജ നടത്തുന്ന പ്രത്യേക പൂജയാണ്. ആ പൂജയോടുകൂടി മണ്ഡലകാലം അവസാനിക്കും 40 ദിവസം. ഇനി 30-ാം തീയതി വൈകിട്ടാണ് വീണ്ടും തുറക്കുന്നത്, മകരവിളക്കിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ചടങ്ങുകൾ ഇങ്ങനെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ നല്ല സഹായമുണ്ട്. ചിലർ സ്വന്തമായി ഒരു ദിവസത്തെ അന്നദാനം അങ്ങ് നടത്തുക. ഞങ്ങൾ ഉപദേശ സമിതി എന്ന നിലയിൽ നടത്തുന്നത് കൂടാതെ ചിലർ അവരുടെ നേർച്ചയായിട്ട് സ്വന്തമായിട്ട് നടത്തും. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ അന്നദാനം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രസിഡൻറ്റ് തന്നെയാണ്, വിനായക അജിത് കുമാറാണ്. കഴിഞ്ഞ 3 വർഷം, ഇപ്പം 3.5 വർഷത്തോളമായി സ്ഥിരമായിട്ട് 60 ദിവസവും നമ്മളിവിടെ അന്നദാനം കൊടുക്കും. അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.